പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും എനിക്ക് നേതൃത്വം കൊടുത്ത പ്രിയ സഹോദരനെ ബിൻ അലക്സ്, ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ശിഷ്യത്വം എന്ന വിഷയം നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ജീസസിന്റെ മനോഭാവം, ആ സ്വഭാവം ആണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്. ജീസസിന്റെ ഡിസൈപ്പിൾഷിപ്പ് ടീച്ചിങ്സ് ഉണ്ട്. അത് സെക്കൻഡ് പാർട്ട്, നാണയത്തിന്റെ അടുത്ത വശമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം 5-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായം ഒക്കെ ആകുമ്പോൾ വലിയ ഒരു ഭാഗം കർത്താവിന്റെ പഠിപ്പിക്കലുകളാണ്. അപ്പൊ അത് നമുക്ക് പിന്നീട് കർത്താവിന്റെ ഹിതമെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാം. നാണയത്തിന്റെ 1-ാം വശം എന്ന് പറയുന്നത് ജീസസിനെ നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ജീസസ് അവിടുത്തെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചത്. പൂർണ്ണ മനുഷ്യനായി അവിടുന്ന് ജീവിച്ചു. അത് നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ ശിഷ്യൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലി പിൻപറ്റുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. നമ്മളിൽ തന്നെ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ശക്തി നമുക്ക് ഇല്ല. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവദാസി ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത്, കഴിഞ്ഞ ആഴ്ച എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിന്റെ മുൻപിൽ ഇരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച പ്രധാന വിഷയം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് നമ്മളെ വേറൊരു ഡയറക്ഷനിലേക്ക് നയിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എന്നാലും നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ, ലോകത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് പോലെ അല്ല ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. വെരി ഓർഡിനറി പീപ്പിൾ. ധാരാളം മിസ്റ്റേക്കുകളൊക്കെ അവർ വരുത്തുമായിരുന്നു. അവരുടെ വാക്കുകൾ പോലും പലപ്പോഴും വളരെ സാധാരണപ്പെട്ട വാക്കുകൾ, ചില സമയത്തൊക്കെ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയ വാക്കുകൾ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവരിൽ പലരും സാരമായ ഗൗരവമേറിയ മിസ്റ്റേക്കുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കർത്താവ് അവരെ സ്നേഹിച്ചു. യോഹന്നാൻ 13 പറയുന്ന അവസാനത്തോളം അവരെ സ്നേഹിച്ചു, അവരെ പഠിപ്പിച്ചു. ഐഹിക ജീവിതത്തിലെ പഠനം പോരാഞ്ഞിട്ട് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അടുത്ത 40 ദിവസം കൂടെ അവരെ പഠിപ്പിച്ചു. കാരണം അല്പം കൂടെ ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരേണ്ടത് ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും മരണമടക്കം ഉയർത്തെഴുന്നേൽപ്പ് എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് ആവർത്തിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് ഗ്രഹിച്ചില്ല. മശിയായെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നു. അപ്പൊ ഇവരെ സ്നേഹിച്ച് കൊണ്ട നടന്ന് വീഴ്ചകളൊക്കെ വന്നിട്ടും തിരുത്തി, ചില സമയത്ത് വളരെ ശക്തമായ ഭാഷയിൽ തിരുത്തി. എന്നിട്ട് കർത്താവ് അവരെ തന്നെ കമ്മീഷൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. കർത്താവിന്റെ ഈ സ്വഭാവത്തോട് അനുരൂപമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുകളെ തിരസ്കരിക്കാനും
ഒക്കെ നമ്മൾ തയ്യാറാകുന്നവരാണ്. എന്നാൽ ബലഹീനരായ ആളുകളെ പിതാവിന്റെ ഇഷ്ടം അവരായിരുന്നത് കൊണ്ട് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് കർത്താവ് അവരെ തിരഞ്ഞെടുക്കുകയാണ്. വേറെ ബി പ്ലാൻ ഒന്നുമില്ല. ഇവരുടെ മേലാണ് ആത്മാവ് വന്നപ്പോൾ ഇവരിലൂടെയാണ് സുവിശേഷീകരണം നടക്കുന്നത്. അവരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, ലോകത്തെ കീഴ്മേൽ മറിച്ചവരും. നമുക്കത് വളരെ പ്രത്യാശ തരുന്ന പ്രിയരെ. നമ്മളിൽ എക്സ്ട്രാ ഓർഡിനറി ഗിഫ്റ്റിംഗ് ആയിട്ടുള്ളവർ ചുരുക്കമായിരിക്കാം. സാധാരണക്കാരായ നമുക്ക് അത് വലിയ പ്രത്യാശ നൽകുന്നു. അവിടുന്ന് സാധാരണക്കാരെ തെരഞ്ഞെടുത്ത് അസാധാരണമായ പ്രവൃത്തികൾക്ക്, സുവിശേഷീകരണത്തിന് അവിടുന്ന് നിയോഗം തരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഈ 5-ാം അധ്യായം മുതൽ നമ്മളൊരു ടോപ്പിക്കിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്ന് തുടങ്ങുന്നത് സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരോടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മനോഭാവം. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം ഈ ഒരു വിഷയത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. പുറന്തള്ളപ്പെട്ട, ഒറ്റപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ സുവിശേഷത്തിന്റെ താളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങോട്ടാണ് നമ്മൾ ഈ ധ്യാനത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും രക്ഷിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആത്മാവിന്റെ സഹായത്തോടെ നമ്മുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും അത് കോപ്പി ചെയ്യുവാനും കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. മറ്റുള്ളവരാൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ, നിന്ദിക്കപ്പെട്ട ആളുകൾ, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ സുവിശേഷകൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ കുഷ്ഠരോഗിയായ മനുഷ്യനെ കുറിച്ച് ഒന്ന് പരാമർശിച്ചിരുന്നു. എന്നാൽ അവിടെ നമുക്ക് തുടങ്ങണം. കുഷ്ഠരോഗികളായ ആളുകൾ, അതുപോലെ ടാക്സ് കളക്ടേഴ്സ്, വ്യഭിചാരികള്, പാപികള്, ഇങ്ങനെയൊക്കെ ആളുകൾ, ജീവിതത്തിൽ തോറ്റുപോയ ആളുകൾ, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ആളുകൾ, അവരോട് കർത്താവ് കാണിച്ച മനോഭാവം അതാണ് ശരിക്കും ക്രിസ്തീയ മനോഭാവം. ആത്മനിറവുള്ളവർ അത് മനസ്സിലാക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ആ സ്വഭാവം നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ സമൂഹം, നമ്മുടെ ചർച്ചുകൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, ഇതുപോലെ തന്നെ 17-ാം അധ്യായത്തിലുമുണ്ട്. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് ഗലീലയിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ഈ മനുഷ്യനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടി വന്നപ്പോൾ കർത്താവിന്റെ മനസ്സലിവിനെ കുറിച്ച് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇത് ഒന്ന് അല്പം മനസ്സിലാക്കണം. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളൊന്ന് വായിച്ച് പരിശോധിക്കുമ്പോഴാണ് ശരിക്കും കർത്താവ് അങ്ങനെ കൈനെട്ടി തൊട്ടെന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വായിക്കുന്നു. ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് കർത്താവ് ചെയ്തത്. നോക്കിക്കേ, ആ വേദഭാഗത്തിൽ എന്താ എഴുതിയിരിക്കുന്നു? വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം.
എന്താണത്? നടക്കുമ്പോഴേ അൺക്ലീൻ അൺക്ലീൻ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നിട്ട് 46-ാം വാക്യം, അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാർക്കണം. അവന്റെ പാർപ്പും പാളയത്തിന് പുറത്ത് ആയിരിക്കണം. ഈ മനുഷ്യനാണ് യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിനായി കടന്നു വരുന്നത്. അപ്പൊ ശരിക്കും ഈ ലെപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവര് ആചാരപരമായി ഇവർ അശുദ്ധരാണ്. അശുദ്ധരെന്ന നിലയിൽ അവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആർക്ക് വേണം? അങ്ങനെ ഒരു ആളായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവര് ഔട്ട്കാസ്റ്റുകളാണ്. മാത്രമല്ല, ഇവരുടെ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ചിന്ത, പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ ഗേഹസിയോടുള്ള ബന്ധത്തില്, ഊസിയാവിനുള്ള ബന്ധത്തിലൊക്കെ ദൈവം ശപിക്കുന്ന ആളുകൾക്ക് ഉള്ള രോഗമാണ് കുഷ്ഠം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പൊതുജനം ചിന്തിച്ചിരുന്നത് ഇവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്. അവരുടെ രോഗം പകരുന്ന രോഗമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഇവർ ഒറ്റപ്പെട്ടവരാണ്. ഇവരെ ചികിത്സിക്കാൻ ആ കാലഘട്ടത്തിൽ വേണ്ട നിലയിലുള്ള ക്രമീകരണങ്ങൾ ഇല്ല. അപ്പം സാമൂഹികമായി കളങ്കപ്പെട്ട ആളുകളാണ്. എന്തോ കഠിനമായ പാപം നിമിത്തം ദൈവത്തിന്റെ ശാപം കിട്ടിയ ആളുകളാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ ലെപ്രസി, ലെപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ് കർത്താവിന്റെ അടുക്കലേക്ക്, കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് ഓടി വരുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ ഈ റബ്ബിമാരുടെ പഠിപ്പിക്കലിൽ അത് നമ്മൾ ശ്രദ്ധിച്ചാല് വളരെ കർക്കശമായ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. ഒരു റബി പറഞ്ഞിട്ടുള്ളത്, ഇവരെ കണ്ടാൽ കല്ലെടുത്ത് എറിയണമെന്ന്. വേറെ ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി ഉള്ള ഒരു സ്ട്രീറ്റിൽ നിന്ന് ഭക്ഷണ സാധനം പോലും വാങ്ങി ഭക്ഷിക്കരുതെന്ന്. അത്രമാത്രം സമൂഹത്തിൽ വെറുക്കപ്പെട്ടയാൾ. അവരോടുള്ള ക്രിസ്തീയ മനോഭാവം എന്താ? അതാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. മർക്കോസ് ഇത് എഴുതുമ്പോൾ ജീസസ് ഹാഡ് കമ്പാഷൻ എന്നാണ് എഴുതുന്നത്. ആർക്കും വേണ്ടാത്തവനെ കർത്താവിന് വേണം. സമൂഹത്തിലെ ഔട്ട്കാസ്റ്റായുള്ള വെറുക്കപ്പെട്ട ഒറ്റപ്പെട്ട ആളിനെ യേശു സ്നേഹിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വിഷയം. മർക്കോസ് 1:41 യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം ചിന്തിക്കുമ്പോൾ അനേകരെ യേശു കൈ തൊട്ട് സൗഖ്യമാക്കി. പക്ഷെ കുഷ്ഠരോഗിയെ കൈ തൊടുന്നത് അന്നത്തെ സമൂഹത്തിൽ ഷോക്കിംഗ് ആണ്. ഒരു റബീം അത് ചെയ്യത്തില്ല. അശുദ്ധൻ അശുദ്ധൻ എന്നും പറഞ്ഞ് സമൂഹത്തിലൂടെ നടക്കുന്ന ഒരാളിനെ ആരും കൈനീട്ടി തൊടത്തില്ല. കർത്താവ് ഇങ്ങനെയൊരു മനുഷ്യനെയാണ് ചേർത്ത് പിടിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഇന്നിപ്പം അക്ഷരാർത്ഥത്തിൽ ഒരാൾക്ക് കുഷ്ഠം വന്നു, അല്ലെങ്കിൽ മാരകമായി എന്തോ പകർച്ചവ്യാധിയുടെ അനുഭവം ഉണ്ടായി. ഓക്കെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ ന്യായമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്. ഫൈൻ. അപ്പോൾ അത് തള്ളിക്കളയണ്ട. അങ്ങനെ ഉള്ളവരെയും പരിചരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം.
നമ്മുടെ ഉള്ളിൽ ഉള്ളത് നല്ലതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ അവിടെ മാത്രം പരിമിതപ്പെട്ട് നിൽക്കാതെ ഇതുപോലെ ആർക്കും വേണ്ടാത്ത, ആരാലും സ്നേഹിക്കാത്ത, ആരും പരിഗണിക്കാത്ത ആളുകളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പം മാരകമായ രോഗമാണെങ്കിൽ അതിന് പരിജ്ഞാനത്തിൽ വേണ്ട പ്രതിരോധത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും പലരും കരുതുകയും സഹായിക്കുകയൊക്കെ ചെയ്തു, ഹോസ്പിറ്റലുകളിലാക്കുന്നു. അപ്പൊ അവിടെ മാത്രം ചിന്ത പരിമിതപ്പെടുത്താതെ സമൂഹത്തിൽ എന്തോ കാരണവശാൽ വെറുക്കപ്പെടുന്ന ആളുകൾ ആർക്കും വേണ്ട. നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയൊക്കെ പറയുക, ആ സിസ്റ്റർ, ആ ബ്രദർ നമ്മുടെ ചർച്ചിൽ വരാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, അവരോട് പറ ഇങ്ങോട്ട് വേണ്ട, അവിടെ തൊട്ടടുത്ത് വേറൊരു ചർച്ചുണ്ട്, അങ്ങോട്ടങ്ങ് പോട്ടെ അവര്. എന്താ, എന്തോ ആ കുടുംബം, ആ സഹോദരി അല്ലെ ആ സഹോദരൻ അല്ലെ അവരുടെ മക്കൾ നമ്മുടെ കൂടെ പറ്റിയതായില്ലെന്ന്. പലപ്പോഴും നമുക്കൊക്കെ എങ്ങനെ വരാറുണ്ടോ? ചോദ്യത്തിന് ഇപ്പോഴാരും ഉത്തരം പറയണ്ട, നമ്മൾ തന്നെ ചിന്തിക്കുക. സമൂഹത്തിൽ വെറുക്കുന്ന ആളുകളോടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മനോഭാവം, ആത്മാവുണ്ടെന്ന് പറയുന്ന നമ്മളുടെ ഭാവം, മനോഭാവം എത്രമാത്രം മാറണം? അപ്പൊ എങ്ങനെയാ പാസ്റ്റർ മാറേണ്ടത്? അതിനാണ് നമ്മൾ ജീസസ് സെന്റേർഡായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. യേശുവാണ് മാനദണ്ഡം. ഹൗ ഡിഡ് ജീസസ് റിയാക്ട് ടു ദി അൺടച്ചബിൾസ്? ഇത് സമൂഹത്തിൽ കോളിളക്കം സൃഷ്ടിക്കുന്നതാണ്. യേശു ഇങ്ങനെ ഒരാളെ തൊട്ടു എന്നൊക്കെ പറയുമ്പോൾ വലിയ വിമർശനത്തിന് അത് ഇടയായി തീരും. നമുക്ക് പേടിയുള്ള അതാണല്ലോ വിമർശനം, അല്ലേ? സ്തോത്രം. നമ്മളങ്ങ് ഒഴിവാക്കും, നമ്മളതങ്ങ് ഒഴിവാക്കും. അപ്പൊ ഇവിടെ കർത്താവിന്റെ ഈ മനോഭാവം നമ്മെ ചലഞ്ച് ചെയ്യാൻ, കർത്താവ് തൊട്ടു അവനെ സൗഖ്യമാക്കി എന്നതാണ് നമ്മൾ 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ട് മാറി. അപ്പൊ ഞാന് ഇന്ന് പറയുന്ന വേദഭാഗങ്ങൾ വേർഡ് ബൈ വേർഡ് ഓർ വേഴ്സ് അല്ല പോകുന്നത്. യേശുവിന്റെ ആ മനോഭാവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ വേണ്ടാത്തയാൾ, ഒറ്റപ്പെട്ടയാൾ, സ്വന്തം ഫാമിലിക്ക് പോലും വേണ്ട. ആർക്ക് വേണം? കുഷ്ഠരോഗിയെ. പ്രത്യേകിച്ച് ഈ കുഷ്ഠം വന്ന് അവരുടെ ആ വ്യക്തിത്വം തന്നെ അങ്ങ് മ്യൂട്ടിലേറ്റഡ് ആയി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കുഷ്ഠമൊക്കെ പഴകുമ്പോൾ വല്ലാത്ത നിലയിൽ അവരുടെ വ്യക്തിത്വത്തെ അതൊക്കെ ബാധിക്കും. നമുക്കതറിയാം. അവരുടെ കൂടെ ഒന്നിരിക്കാനോ സംസാരിക്കാനോ ആരും ഇഷ്ടപ്പെടത്തില്ല. ആ മുഖമൊക്കെ ചിലപ്പോൾ ഡിസ്ഫിഗർ ആകുന്ന അനുഭവമാണ്. അങ്ങനെയുള്ള ആളുകൾ, അശുദ്ധരായ ആളുകൾ, ആർക്കും വേണ്ടാത്ത ആളുകൾ, കർത്താവ് എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവം മാറട്ടെ. 5-ാം അധ്യായത്തിന്റെ തന്നെ 18-19 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടയാളല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി 3-4 പേര് ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരല്ല. എന്നാലും ഈ മനുഷ്യൻ കളങ്കപ്പെട്ടയാളാണ്.
കാരണം അവരുടെ സമൂഹത്തിൽ അവർ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഗുരുതരമാകുന്ന രോഗമൊക്കെ വരണമെങ്കിൽ ഇതിന്റെ പിൻപിൽ എന്തോ പാപമുണ്ട്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൊക്കെ പിറവിയിലെ കുരുടനായ ഒരു ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ചിന്ത. They have sinned. അതുകൊണ്ടാണ് ഇങ്ങനെ മാരക രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു പാരലറ്റിക് ആളാണ്. കർത്താവ് ഒരു വീട്ടിലിരുന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ 4 സ്നേഹിതർ അദ്ദേഹത്തെ കർത്താവിന്റെ മുൻപിൽ ഇറക്കുകയാണ്. അപ്പൊ കർത്താവ് സൗഖ്യമാക്കുക മാത്രമല്ല, പാപത്തെ ക്ഷമിക്കുകയും അവനെ സൗഖ്യമാക്കുകയും കൂടെ ചെയ്തു. അവിടെ ഞാൻ പിന്നീട് നമ്മുടെ ഒരു ചിന്തയിൽ അത് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ മുതലാണ് ഫരീസയരെയും ശാസ്ത്രിമാരെയും നമ്മൾ കാണുന്നത് കർത്താവിന്റെ മിനിസ്ട്രിയോടും കർത്താവിനോടും പ്രത്യക്ഷത്തിൽ എതിർപ്പാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ മനുഷ്യനോടുള്ള കർത്താവിന്റെ ആ മനോഭാവം, അവര് ചിന്തിക്കുന്നത് പോലെ അല്ല കർത്താവ് ചിന്തിക്കുന്നത്. അവരുടെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സൗഖ്യമാക്കുക മാത്രമല്ല, ഇവന്റെ പാപത്തെ കർത്താവ് ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ സമൂഹത്തിൽ വെറുക്കപ്പെട്ടയാളല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ ദൃഷ്ടിയിൽ വിമർശിക്കപ്പെടുന്ന ഒരാളാണ്. മൂന്നാമത് 5-ാം അധ്യായത്തിന്റെ 27-28 വാക്യം, അത് ലേവിയെ, മാത്യുവിനെ കർത്താവ് വിളിക്കുന്നതാണ്. ഇതുപോലെ തന്നെ 19-ാം അധ്യായം 1 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങളിൽ സാക്കിയസിനെ കർത്താവ് വിളിക്കുന്നതാണ്. ലൂക്കോസ് വളരെ സ്പേസ് കൊടുത്തിട്ടുണ്ട് പലയിടങ്ങളിൽ ഫരീസയരുമായിട്ടുള്ള കർത്താവിന്റെ ഇന്ററാക്ഷൻസും ഒക്കെ. ഇവിടെയും നമുക്ക് ഫരീസയരെ കാണാൻ കഴിയും. ഫരീസയരുടെ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. സമൂഹത്തിൽ വെറുക്കപ്പെട്ടയാളായിരുന്നു ഈ ടാക്സ് കളക്ടർ ലേവി. ഞാൻ അവിടെ മാത്രമാണ് എൻ്റെ ചിന്തകൾ നിൽക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ടാക്സ് കളക്ടേഴ്സിനെ ഇത്രമാത്രം ആളുകൾ ഹെയ്റ്റ് ചെയ്യാൻ കാരണം? അന്ന് ഇവരെ ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻ സർക്കാരാണ്. അപ്പൊ റോമൻ സർക്കാർ ഭരിക്കുക എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കണം. യഹൂദനായിരിക്കുന്ന ഈ മാത്യു റോമൻ സർക്കാരിന് വേണ്ടി ടാക്സ് പിരിക്കുന്ന ഒരാള് എന്ന നിലയിൽ അദ്ദേഹത്തെ യഹൂദന്മാർ കണ്ടിരുന്നത് ട്രൈറ്റർ, ഒറ്റുകാരനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു ചുങ്കം പിരിക്കുന്ന ആളിനെ പള്ളി കയറ്റത്തില്ല. ചുങ്കം പിരിക്കുന്ന ആളുമായിട്ട് ആരും ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വരുന്നില്ല. ചുങ്കം പിരിക്കുന്ന ആള് കോടതിയിൽ ഏതെങ്കിലും കാര്യത്തിന് സാക്ഷ്യം പറയാൻ ചെന്നാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം വിലപ്പോകത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ മാനം നഷ്ടപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ 27-28 വാക്യങ്ങൾ എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒറ്റ നോട്ടത്തില് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പൊ അതെങ്ങനെയാണ്? ജസ്റ്റ് ഒരു വിളി വിളിച്ചു, പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പങ്കുവയ്ക്കാം. കർത്താവിന്റെ ശുശ്രൂഷകൾ ലേവി, മാത്യു നോട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അദ്ദേഹം ഒരു പാപിയാണെന്നുള്ള ബോധ്യവും തനിക്കുണ്ട്. പക്ഷേ എനിക്ക് രക്ഷയുണ്ടോ? പള്ളിക്കാർക്ക് തന്നെ എന്നെ വേണ്ട, എനിക്ക് രക്ഷയുണ്ടോ എന്നുള്ള ചിന്ത ഉള്ള മനുഷ്യനാകാനാണ് സാധ്യത. ആ മനുഷ്യൻ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത്
കർത്താവ് നേരിട്ട് അവന്റെ അടുക്കൽ വന്ന് അവനെ വിളിക്കുക, എന്നെ അനുഗമിക്കുക. ഇത് സമൂഹത്തിൽ ഷോക്കിംഗ് ആണ്. ചുങ്കം പിരിക്കുന്ന പാപികളിൽ പാപി എന്ന് അവർ മുദ്ര കുത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ യേശുവിന്റെ അനുയായിയായി വിളിക്കുന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ? പള്ളി തന്നെ ഇവനെ വേണ്ട. കാരണം ഇവര് പിടിച്ചുപറിക്കാരുടെ ലിസ്റ്റിലാണ്. ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്കപ്പുറത്ത് എത്ര ഇവർ ഈടാക്കിയാലും അത് ഇവരുടെ സ്വന്തമാണ്. ആ നിലയിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കൈയിട്ട് വാരുന്നവരാ. അത് മാത്രമല്ല, കൈയിട്ടങ്ങനെ വാരണമെങ്കിൽ ഇവരുടെ കൂടെ അനുയായികളും ഒരൽപ്പം ഗുണ്ടായിസവും ഉണ്ട്. അപ്പൊ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആർക്ക് വേണം? നമ്മുടെ പള്ളിയിൽ കയറി വന്നാൽ എങ്ങനെ ഇരിക്കും? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരിക്കും. ബ്രദറെ, അതിനടുത്ത് വേറൊരു കൂട്ടായ്മയുണ്ട്, നല്ല കൂട്ടായ്മയുണ്ട് പാസ്റ്ററെ, എനിക്കറിയാം, നല്ല കൃപയുള്ള ഒരാളാണ്, അങ്ങോട്ട് പോകാതിരിക്കും നല്ലത്, ഇത് കുറച്ച് ദൂരമല്ലയോ. ജീസസിന്റെ മനോഭാവം കണ്ടു. ആൻഡ് ദിസ് ടാക്സ് കളക്ടർ became an apostle. Wow! അത് ജീസസിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ പ്രിയരെ. വേണ്ടാത്ത, വെറുക്കപ്പെട്ട, അൺലവബിൾ, ആർക്കും ഇഷ്ടപ്പെടാത്ത ആളുകളിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ കാണുന്നു. ലെറ്റ്സ് ഫോളോ ജീസസ് ക്രൈസ്റ്റ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പ്രസംഗമൊക്കെ സൂപ്പറാ എല്ലാവരുടെയും. പക്ഷേ നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച്. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പാപത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന് ഒരു കോംപ്രമൈസുമില്ല. ഇത് ആക്ഷേപിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ 30-ാം വാക്യം, പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്ന് കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. തിന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് as if they belong to his family. കർത്താവ് ആ നിലയിലാണ് അവരെ. ലേവി കർത്താവിനെ അനുഗമിക്കാനായി കാൽച്ചുവട് വെച്ചു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും സ്നേഹിതരെയുമാണ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ജീസസും അവരുടെ കൂടെ പന്തിയിലിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. വിശുദ്ധരെന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന ഫരീസന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ബിഹേവിയറാണ്. പക്ഷെ ജീസസിന്റെ മറുപടി കണ്ടു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. നീതിമാന്മാരെ അല്ലെന്ന് പറഞ്ഞാൽ നീതിമാന്മാരാരുണ്ടോ? ഫരീസയന്മാര് ചിന്തിച്ചത് they don't need a savior. അവർ കർമ്മമാർഗത്തിലൂടെ നീതിമാന്മാരാണ് തങ്ങളെ തന്നെ അവർ ചിന്തിച്ചു. അവരും പാപികളാണ്. They thought they were righteous. ഞാൻ നീതിമാന്മാരെ അല്ല അന്വേഷിച്ചു വന്നിരിക്കുന്നത്, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. അപ്പൊ ലേവി സ്റ്റാർട്ടഡ് ടു ഫോളോ ക്രൈസ്റ്റ്. തന്റെ സ്നേഹിതരായി വന്നിരിക്കുന്നവരൊക്കെ ആ കാറ്റഗറിയിൽ ഉള്ളവരാണ്, പാപികളായിട്ടുള്ള, നേരത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരു കാരണവശാലും കർത്താവ് പാപത്തെ താലോലിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ട. പാപികളെ അവിടുന്ന് സ്നേഹിച്ചു, പാപത്തെ വെറുത്തു, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു എന്നതാണ് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ടുവേർഡ്സ് ഔട്ട്കാസ്റ്റ്. ലളിതമാണ്, പക്ഷേ വെരി ഹാർഡ്. വെരി ഹാർഡ്. നമുക്ക് പ്രശ്നം സമൂഹമാണ്.
അവര് പറയും എന്തു പറയും, ഇവരെന്തോ പറയും, നമ്മളെ തെറ്റിദ്ധരിക്കുമോ? ആ സമൂഹം വെച്ചിരിക്കുന്ന ബൗണ്ടറികളെ ദൈവത്തിന്റെ സ്നേഹം മറികടന്ന് പാപികളിൽ പ്രധാനിയായ ആളുകളെ തേടി ചെല്ലുകയാണ്. ഇതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് കർത്താവിനെ അനുഗമിച്ച ഈ മനുഷ്യനാണ് ഈ ആദ്യത്തെ സുവിശേഷം എഴുതുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വാട്ട് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ലൈഫ്. നമ്മുടെ ചർച്ചുകളിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ആളുകളെ സ്നേഹിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവരേതൊക്കെ മേഖലയിൽ ജീവിച്ചവരാകട്ടെ, ഏതൊക്കെ വഴികളിൽ നടന്നവരാകട്ടെ, ഫരീസയരുടെ കൂട്ട് നമ്മളാകാതെ യേശുവിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ഫരീസയർക്ക് ഇതെല്ലാം വിമർശനമാണ്. അവരെ സംബന്ധിച്ചോളം വേർപാട് ലംഘിച്ചു. നമ്മളൊക്കെ ബ്രദറെ വിശുദ്ധിയും വേർപാടുമുള്ളവരാണ് അല്ലേ? അതുകൊണ്ട് നമ്മുടെയൊന്നും പള്ളികളിൽ പോലും പാപികൾ എന്ന ലിസ്റ്റിലായ ഒരാളും വരാൻ സാധ്യത ഇല്ല, വളരെ കുറവാണ്. കാരണം we will condemn them അല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ അപ്പോഴത്തേക്ക് ഒരു പിറുപിറുപ്പും ഒക്കെ ഉണ്ടായി എങ്ങനെയെങ്കിലും അവരെ തള്ളിക്കളയും. ജീസസിന്റെ ഈ മനോഭാവം നമ്മളെ ചലഞ്ച് ചെയ്യട്ടെ. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവരുമായിട്ട് ആരും അസോഷ്യേറ്റ് ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ്. പക്ഷെ കർത്താവ് അവരുടെ കമ്പനിയിൽ കർത്താവ് ചെന്ന് അവരോടൊപ്പം ആയിരിക്കുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 37-38 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പാപിനിയായ ഒരു സ്ത്രീ, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ, അങ്ങനെ എഴുതിയിട്ടുള്ളൂ. എന്നാലേ നമ്മൾ ചില തർജിമകൾ, പ്രത്യേകിച്ച് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനൊക്കെ ഇമ്മോറൽ വുമൺ എന്ന് തന്നെയാണ്. വേദപണ്ഡിതന്മാരിൽ ചില അഭിപ്രായപ്പെടുന്നത് ഷി വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. 37-ാം വാക്യം, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെണ്ണൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇൻവിറ്റേഷൻ കൂടാതെ ഈ പരിമള തൈലവുമായി ഈ വീട്ടിൽ വരിക, ഫരീസന്റെ വീട്ടിൽ വരിക. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അൺബിലീവബിൾ. ശിമോൻ എന്ന ഫരീശൻ അന്തം വിട്ടുപോയി. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതാ, ശുശ്രൂഷ ഇല്ലെന്നാ തോന്നുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം. ആഹാരത്തിന് വിളിച്ചിരിക്കുക. കാരണം ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ഈ തൊടുന്നത് ആരാന്നറിഞ്ഞേനെ. ശുശ്രൂഷ ഇല്ലെന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോ കർത്താവ് അങ്ങോട്ട് ചോദിച്ചു, ശിമോനെ, അവൻ ചിന്തിച്ചതേ ഉള്ളൂ. കർത്താവ് 40-ാം വാക്യത്തിൽ, ശിമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശ്.
സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, കേൾക്കാമല്ലോ? ഇപ്പൊ കേൾക്കാം. ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ അപ്പൊ ശീമോനോട് കർത്താവ് അവനെ മനസ്സിലാക്കാൻ വേണ്ടി, ഇവിടെ ഈ പെരുമാറ്റച്ചട്ടത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാൻ ഉണ്ടായി. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവനവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു വ്യാഖ്യാനമല്ല ഞാൻ പോകുന്നത്. അവരുടെ സമൂഹത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു സ്ത്രീ, ഇവൾ അനുതാപത്തിന്റെ കണ്ണുനീരാണ് കർത്താവ് റിക്ലൈൻ ചെയ്യുക. കാലുകൾ പുറമോട്ടിട്ട് ഇടത്തെ കൈകൊണ്ട് ചാരി വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പുറകിൽ വന്ന് കരയുക. അനുതാപത്തിന്റെ കണ്ണുനീരാണ്. ശീമോൻ അത് കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ നാളുകളിലെ അവളുടെ ആ ഇമ്മോറൽ ബിഹേവിയറിലാണ് ശീമോൻ അവളെ ജഡ്ജ് ചെയ്യുന്നത്. അത് ശരിയാണ്, അവൾക്ക് അങ്ങനെ ഒരു ലൈഫുണ്ട്. പക്ഷെ നോക്കിക്കേ, കർത്താവിന്റെ പ്രഭാഷണം കേട്ടതാകാം. കർത്താവിന്റെ അടുക്കൽ വന്ന് അവളുടെ ഇളച്ച് കിട്ടിയതാണ്. കർത്താവിന്റെ അടുക്കൽ അവൾക്ക് വരാൻ കഴിയുമെന്നുള്ള ആ ബോധ്യം അവൾക്കുണ്ട്. അവളെ ജീസസ് ചേർത്ത് പിടിക്കുക. ഷീ ഈസ് ടച്ചിങ് ജീസസ്. അമേസിങ്. പൊതുവിൽ നിന്ന് നടക്കുകയാണ്. അതിനൊക്കെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഇത് ഊഹിക്കാൻ കഴിയത്തില്ല. ഒരു ഫരീസേന് ഇത് ഊഹിക്കാൻ കഴിയത്തില്ല. അയാളുടെ വീട്ടിൽ വന്നത് തന്നെ അയാൾക്ക് പ്രശ്നമായിട്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ എവിടെ നിൽക്കുകയാണ്. നമ്മുടെ ശരിക്കും മനോഭാവങ്ങളൊക്കെ എത്രമാത്രം മാറണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. ജീസസിന്റെ ഈ മനോഭാവം, അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്തീയ പക്വതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ബിക്കമിങ് മോർ ആൻഡ് മോർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ക്രിസ്ത്യൻ മാച്യൂരിറ്റി. സ്തോത്രം. അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ്, പ്രിയരെ, നമ്മൾക്ക് കൃപ തരട്ടെ. അവളെ കടന്നു വന്നവളെ കരയുന്നു. മറ്റുള്ള ആരും അവളെ സ്വീകരിക്കത്തില്ല. അവിടെ പാസ്റ്റും ഒക്കെ കൂടെ എടുത്തങ്ങോട്ടിട്ട് ഒന്നും കർത്താവ് ചെയ്യുന്നില്ല. അവിടെ പാസ്റ്റോ ഒരു കാര്യമില്ല. ജീസസ് ഹസ് ഫോർഗിവൺ ഹർ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചർച്ചിലേക്ക് വന്നാൽ, ഈ ശമരിയക്കാരത്തി സഹോദരി, ഇതൊക്കെ ജോൺസ് ഗോസ്പലിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ. ജോൺ ചാപ്റ്റർ 4-ലും ജോൺ ചാപ്റ്റർ 8-ൽ നേരിട്ട് അഡൾട്ടറിയിൽ പിടിക്കപ്പെട്ട ഒരു സഹോദരിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇത് ഞാൻ ലൂക്കിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുകൊണ്ടാണ് ഈ നിലയിൽ പോകുന്നത്. എനിക്ക് ഒരു എപ്പിസോഡ് ജീസസ് സഹോദരിമാരോടുള്ള മനോഭാവം എനിക്ക് ഒന്ന് നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യണമെന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് ചിന്തിക്കുന്നത്. They are all created in the image of God. എന്തോ കാരണവശാൽ ഇവിടെ ഒന്നും ആ കാരണങ്ങൾ എഴുതിയിട്ടില്ല. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായി തെറ്റായുള്ള രീതികളൊക്കെ നടന്നു. But there is a God in heaven who forgives sin.
നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ഈ യേശുവിനെ നമ്മൾ അവർക്ക് കൊടുക്കണം. മോനെ, മോളെ, there is a God in heaven who will forgive your sin. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നുപോയ ചില അനുഭവങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വ്യക്തിത്വങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, there is a God in heaven who forgives sin. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പാപക്കറകളെ തുടച്ചു മാറ്റി വെടിപ്പാക്കുന്ന ഒരു ദൈവമുണ്ട്. സമൂഹം നോക്കുന്നത് പോലെയോ കാണുന്നത് പോലെയല്ല. സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. പാപത്തെക്കുറിച്ച് അനുതപിച്ച് പാപക്ഷമ തരുന്ന കർത്താവിന്റെ അടുക്കലേക്ക് അനുതാപത്തോടെ കടന്നു വന്നാൽ നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അഭക്തരെ നീതീകരിക്കുന്നവനാണ് കർത്താവ്. സ്തോത്രം. അതാണ് റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം പറയും. ഇവിടെ നമ്മൾ ഇതാണ് കാണുന്നത്. ആ ഫരീസേനായ ആളിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ശിമോന്. ഹി തിങ്സ് ഹി ഈസ് റൈച്ചസ്. മാത്രമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്ന്, ദ സിൻലെസ് സൺ ഓഫ് ഗോഡ്. 2, തകർന്ന് തരിപ്പണമായ ഒരു സഹോദരി. 3, ശിമോൻ എന്ന ഫരീസേൻ പാപിയാണ്, പക്ഷേ അവന്റെ രോഗത്തെക്കുറിച്ച് അവന് വിവരമില്ല. ഇതാണ് മതം ചെയ്തത്. ഇതാണ് റിലീജിയൻ ചെയ്തത്. ഐ ടെൽ യു, മതമാണ് ഏറ്റവും വലിയ ക്യാൻസർ. പാപത്തെ വെച്ചുമൂടി പാപിക്ക് പാപിയാണെന്ന് തോന്നാതെ അവനെ കവർ ചെയ്യുന്ന അനുഭവം. സ്തോത്രം. ജീസസിന്റെ മനോഭാവം പിൻപറ്റുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ചിലപ്പോഴൊക്കെ ഞാനിത് പറയാറുണ്ട്. ശമരിയക്കാരത്തെയും ഒരു സഹോദരിയെ പോലെ ഒരാള്, പ്രിയരെ, ഇവിടെ കയറി വന്നാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാർ നമ്മളാരാന്നറിയാമോ, എന്തെല്ലാം കാര്യമാ കേൾക്കേണ്ടത്. ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉള്ളൂ. എന്താണ് സിസ്റ്ററെ, അത്രയും ദൂരമല്ലേ? തൊട്ടടുത്ത് വേറൊരു ചർച്ച ഉണ്ട് കേട്ടോ, അവിടെ പോയിക്കാട്ടെ. ജീസസിന് അവരെ ഉൾക്കൊള്ളായിരുന്നു. യോഹന്നാൻ 8-ലൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പിടിക്കപ്പെട്ടയാളാണ്. ദ സ്റ്റോറി ഈസ് ഓൾ ഓവർ. മാത്രമല്ല, ആളുകൾ എല്ലാവരും കൂടെ കല്ലെറിയാനായിട്ട് വന്ന് നിൽക്കുകയല്ലേ. എവ്രിവൺ നോസ് ഷീ ഈസ് കോട്ട് ഇൻ അഡൾട്ടറി. ബട്ട് ലുക്ക് അറ്റ് ജീസസ്. അവിടുന്ന് ഈ താണഭൂമിയിൽ വന്നത് ഈ പാപത്തിന് പരിഹാരം കൊടുത്ത ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ മനോഭാവം നമ്മുടെ അകത്ത്. പക്ഷേ ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പായിട്ട് തന്നെ പറയാം, ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ജീസസിന്റെ ഈ മിനിസ്ട്രി ഏറ്റെടുക്കുകയാണെങ്കിൽ ശക്തമായ നിലയിൽ സമൂഹം വെറുക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, പരിഹസിക്കും. സ്തോത്രം. പിന്നെ നാണയത്തിന്റെ മറുവശം ഞാനിത് ചിന്തിച്ചപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി, ഞാൻ പറയുകയാണ്. Be always led by the Holy Spirit. Be led by the Holy Spirit. ഇത് സ്വന്തം ആവേശത്തിലല്ല, ആത്മനിറവിലും ആത്മനിയന്ത്രണത്തിലും ആത്മാവിന്റെ നടത്തിപ്പിലുമാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ രംഗം ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വേദഭാഗം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നിങ്ങളതൊന്ന് പിക്ചർ ചെയ്യണം. സ്തോത്രം. അവിടെയും അവിടെ പാപങ്ങൾ ക്ഷമിക്കുന്ന സമയത്ത്, ക്ഷമിച്ചു എന്ന് പറയുന്ന സമയത്ത്
ചില ആളുകൾക്ക് അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ലൂക്കോസ് 8-ന്റെ 2-ാമത്തെ വാക്യം, മഗ്ദല മറിയത്തോടുള്ള ബന്ധത്തിലും 8-ന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് അശുദ്ധാത്മാവ് ബാധിച്ച ആളുകളെ വിടുവിക്കുന്നു. അവരൊക്കെ ഔട്ട്കാസ്റ്റുകളാണ്. സമൂഹം അവരെ വെറുക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് ചേർത്ത് പിടിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് ആ സമയത്ത് 2 വാക്ക് പറയാം. ഭൂതം ബാധിച്ച ആളുകൾ, ജീസസ് അവരെ വിടുവിച്ചു. പിൻകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. ഇതുപോലെ തന്നെയാണ് 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വേദഭാഗം. ഗെരസേന്യ ദേശത്ത് അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രേ ആയിരുന്നു. He was possessed by demons. സമൂഹമില്ല, വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ജീസസ് പോയത് അവനെ വിടുവിക്കാനാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലാകട്ടെ. ഞാൻ ഇന്ന് ഈ ഒരു വേദഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത് 5-ാം അധ്യായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, അടുത്ത സെഷനിലെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡിറക്ഷനാണ് കർത്താവ് എനിക്ക് തന്നത്. ശരിക്കും ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ഇത് ചിന്തിക്കണം. ഇതുപോലെ തന്നെ 8-ാം അധ്യായത്തിന്റെ 43-44 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്കും കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. അത്ഭുതം നടന്നു. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ രക്തസ്രവക്കാരത്തി സ്ത്രീയെ തൊടുന്നയാള് അശുദ്ധമാകും. അവള് സൊസൈറ്റിയിലെ ഒരു ഔട്ട്കാസ്റ്റാണ്. അങ്ങനെയുള്ള ആളിനെയാണ് കർത്താവ് വിടുവിക്കുന്നത്. അതിനുശേഷം ആ സംഭാഷണമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ആ ദൂത് മാത്രം മനസ്സിലാക്കുക. ജീസസിന് വെറുക്കപ്പെട്ട ആളുകളോടുള്ള യേശുവിന്റെ സമീപനം, ദാറ്റ്സ് ദ പോയിന്റ്. അത് വ്യത്യസ്തമാകുന്ന ഡിമോൺ പൊസസ്ഡ് ആളുകളുണ്ട്, രക്തസ്രവം വന്ന ആളുകളുണ്ട്, ഇങ്ങനെ ചുങ്കക്കാരായ ആളുകളുണ്ട്, തൊഴിൽ നിമിത്തമാകാം, സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ പാപികളായി പോയതായിരിക്കാം, എങ്ങനെയൊക്കെ ആകട്ടെ, ഏത് തുറയിൽപ്പെട്ട ആളിനെ വിടുവിക്കാനും അവരുടെ പാപത്തെ ക്ഷമിക്കുവാനും യേശു മതിയായവനാണ്. ഈ മനോഭാവമാണ് യേശുവിൻ്റെ ആത്മീക ശരീരമാകുന്ന സഭയ്ക്കുണ്ടാകേണ്ടത്, നമുക്കുണ്ടാകേണ്ടത്. വ്യക്തിപരമായി നമുക്കതാണ് ഉണ്ടാകേണ്ടത്. വളരെ വേഗത്തിൽ നമ്മൾ ജഡ്ജ്മെന്റലാകുന്നവരാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഞാൻ ഇന്ന് വിവരിച്ച ഓരോ കാര്യങ്ങൾ, ഇതുപോലെ വിടുതൽ ആവശ്യമുള്ളവർ ഉണ്ട്, പിടിക്കപ്പെട്ടു പോയവർ ഉണ്ട്,
ഇതുപോലെ തന്നെ ലൂക്കോസ് 18:35 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യാചകർ, beggars, Jesus cares for beggars. സ്തോത്രം. കർത്താവ് നമ്മളെ വിളിക്കുന്നു ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ. ആത്മനിറവിൽ ആത്മാവിന്റെ നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്. ആ നടത്തിപ്പിൽ ക്രിസ്തുവിന്റെ മനോഭാവത്തോട് അനുദിനം അനുരൂപമായി ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒറ്റപ്പെട്ട് അൺലവബിൾ, അൺടച്ചബിൾ, സമൂഹം വെറുക്കുന്ന, നോബഡി ലൈക്സ് ടു ഹാവ് കമ്പനി വിത്ത് ദാറ്റ് പേഴ്സൺ. ബട്ട് ആസ് എ സ്പിരിറ്റ് ഫിൽഡ് പേഴ്സൺ നമ്മുടെ കൈ ഒന്ന് ടച്ച് ചെയ്യാൻ, നമ്മളൊന്ന് ഫോൺ ചെയ്യാൻ, അവരുടെ ഒരു ഫോൺ വരുമ്പോൾ കട്ട് ചെയ്യാതെ യെസ് ബ്രദർ, യെസ് സിസ്റ്റർ ഒന്ന് പറയാൻ, നമ്മുടെ അകം ഉടയപ്പെടട്ടെ, ആത്മാവ് നമ്മളെ ഒന്ന് പണിയട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെറുക്കപ്പെട്ട ആളുകൾ, ഇനി ഇത് ഗുണപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്ന ആള്, ശമരിയ കരുതിയ സ്ത്രീയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയും മാനുഷികമായിട്ട്. അങ്ങനെ ഉള്ളവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പുത്രനിലൂടെ നമ്മൾ കാണുകയാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, യേശു ആരുടെയും പാപത്തെ താലോലിച്ചിട്ടില്ല. അത് സാരമില്ല എന്ന് യേശു പറഞ്ഞിട്ടില്ല. ഇവരെ മാനസാന്തരത്തിലേക്ക് യേശു നയിച്ചു. ഒരു കാരണവശാലും എന്നെ കേൾക്കുന്ന ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകരുത്. ഓ ജീസസ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. നോ നോ, പാപം തെറ്റാണ്, ദൈവത്തിനെതിരെയുള്ള പാപമാണ്, അത് മാരകമാണ്. പാപികളെ ക്ഷമിക്കുന്ന കർത്താവ്, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച കർത്താവ്. സ്തോത്രം. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇങ്ങനെ സമൂഹത്തിൽ വെറുക്കപ്പെട്ട ഔട്ട്കാസ്റ്റുകളായിട്ടുള്ള ആളുകളെ അവർ നമ്മളെ സമീപിക്കുമ്പോഴോ നമ്മൾ അവരുടെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ളവരുമായിട്ട് ഇന്ററാക്ഷൻ നടക്കുമ്പോഴും അവരെ വെറുക്കുകയല്ല, സമൂഹത്തെ പോലെ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ അവരെ കാണുവാനും സ്ട്രെച്ച് ഔട്ട് എ ഹാൻഡ് ഓഫ് ഹോപ്പ്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവം മതിയായവനാണ്. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് ഇപ്പോൾ ഈ സൂമിൽ കേൾക്കുന്നവരുണ്ട്, നാളെ ഇത് പലയിടത്ത് വാട്സാപ്പുകളിൽ ഇതിന്റെ ചെറിയ സന്ദേശങ്ങളിലൂടെ കേൾക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പിൻപിൽ ഒരു ചരിത്രത്തെ പറയാൻ കാണും. ഇതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് തെറ്റിമാറി എല്ലാവരാലും വെറുക്കപ്പെട്ട് സ്വന്തം മാതാപിതാക്കളുടെ വെറുത്ത ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ടോക്കിംഗ്. പക്ഷെ അങ്ങനെ ഉള്ളവർ പോലും യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരുതരം ഫരീസയരായി മാറും. നെവർ നെവർ എവർ ഡു ദാറ്റ്. കർത്താവിന്റെ കരം പോയി സ്പർശിച്ചു. നമ്മളാണ് ഇന്ന് കരം വെക്കേണ്ടത്. ഇന്നത്തെ ഡിജിറ്റൽ മീഡിയയിൽ നമ്മുടെ ഒരു സന്ദേശമാണ് ചെല്ലേണ്ടത്. there is hope in Christ. ചർച്ച അങ്ങനെ ഒരു ലവിങ് കമ്മ്യൂണിറ്റി, a loving community that brings sinners to repentance and to Christ. There is hope in Jesus Christ എന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത് തന്നെ തുടരണം. യേശുവിന് ഔട്ട്കാസ്റ്റിനോടുള്ള മനോഭാവം, യേശുവിന് ഫരീസയരും ശാസ്ത്രിമാരോടുള്ള മനോഭാവം, യേശുവിന് സഹോദരിമാരോടുണ്ടായ മനോഭാവം, യേശുവിന് രാഷ്ട്രീയക്കാരോടുണ്ട മനോഭാവം. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രിയരെ, വി ആർ നോട്ട് പെർഫെക്റ്റ്. ആസ് വി സീ ജീസസിന്റെ ലൈറ്റിൽ നമ്മുടെ കുറവുകളെ നമുക്ക് കാണാൻ ഇടയായി തീരട്ടെ.
ആ കുറവുകളെ കാണുമ്പോൾ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറയാതെ ഹംബിൾ അവർ സെൽസ്, ഹംബിൾ അവർ സെൽസ്. കർത്താവിന്റെ സ്വഭാവത്തോടെ നമുക്ക് അന്യരൂപമാകുവാൻ സമർപ്പിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ ചലഞ്ച് ചെയ്യട്ടെ. നമ്മുടെ മുൻപിൽ നടക്കുന്ന യേശുവിൻ്റെ അതേ കാൽച്ചുവടുകൾ നമ്മൾ പിൻപറ്റുക. ബിക്കോസ് വി ഹാവ് കമ്മിറ്റഡ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. ഈ പാതയിലാണ് യേശു നടന്നത്. നമ്മൾ നടക്കേണ്ടത് ഈ പാതയിലാണ്. സ്തോത്രം. ഇതുവരെ നമുക്ക് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയരെ? ഇതുവരെ നടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ താഴ്ത്താം. ഒന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ലോർഡ്, ഈസ് ദാറ്റ് യുവർ വിൽ ഫോർ മൈ ലൈഫ്? 100% ഞാൻ പറയുന്നു, that's God's will for our life. How do you know that, Pastor? Because Jesus is our model and example. God bless you.